ഇത് കയറോ ഇതോ? ഇതൊക്കെ സെക്കൻഡിൽ കയറും. സെക്കൻഡിൽ കയറും ഇത്. ഇത് ഫുള്ള് ഓഫ് റോഡ് എന്നാ കയറും നമ്മള്. വിഷയമില്ല. പതിനൊന്ന് ഗിയറുണ്ട്. അയക്കൊന്നും ഇടില്ലല്ലോ ഇവിടുന്ന്. ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡും മൈലേജും കിട്ടും. ഈ സെയിം അളവിൽ നല്ല ഈസിയാണ്. ഇതിന്റെ അളവ് കിട്ടുമല്ലോ. ഇത് ഇങ്ങനത്തെ ഒന്ന് ചെയ്യണമെങ്കിൽ റിസ്ക് ആണല്ലേ സംഭവം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിലെ ഒരു വണ്ടി ഭ്രാന്തൻ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തൊരു ജീപ്പാണിട്ടത്. അപ്പോൾ ഈ ഒരു ജീപ്പിൻ്റെ വിശേഷങ്ങളായിട്ടൊന്ന് ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് ഈ ഒരു ജീപ്പിൻ്റെ പ്രവർത്തനം മുഴുവൻ. അപ്പോൾ നമുക്ക് സെക്യൂരിനോട് തന്നെ ചോദിച്ചാൽ നേരെ കാണുമ്പോൾ നമുക്ക് വലിപ്പം അറിയുന്നുണ്ട്. ഫോട്ടോത്തിൽ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരേ വലിപ്പം വന്നാണ്. ഇതിൻ്റെ ഹൈറ്റ് ഈ മറുകാടില്ലേ, ഈ മറുകാട് എടുക്കരുന്നേ, ഈ മറുകാടിന്റെ ചോട്ടില് ഈ മറുകാടിന്റെ ലെവല് ഏകദേശം ബോണ്ടിന്റെ ഇത്രക്ക് വരുന്നുണ്ട്. ഏകദേശം എത്ര ഈ ലെവലിലാണ്. പിന്നെ ഹൈറ്റ് നോക്കുകയാണിതാ, ഇത് പിന്നെ ചെവിക്ക് ലെവല്, ഇതിന്റെ തലന്റെ മേലൊക്കെ ഒരു ചാണി കൂടുതൽ. അപ്പൊ ബാക്കോട്ട് വരികയാണെങ്കിൽ ഒന്നുകൂടി കൂടി. ഇതിന്റെ തലക്ക് ലെവല് ഇവിടെ സംഭവത്തിൽ തന്നെ നിങ്ങളെ സമ്മതിക്കാനുള്ള കാര്യം പറയാം. നിങ്ങളൊന്ന് അംഗീകരിക്കണം അല്ലേ, ലോകം അംഗീകരിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു ജീപ്പ് ഉണ്ടാക്കിയെടുക്കുക ഈ സെയിം അളവിൽ നല്ല ഈസിയാണ്. ഇതിന്റെ അളവ് കിട്ടുമല്ലോ. ഇത് ഇങ്ങനത്തെ ഒന്ന് ചെയ്യണമെങ്കിൽ റിസ്ക് ആണല്ലേ സംഭവം. ഒരു രക്ഷയിലുള്ള കാര്യം പറയാം. ഇതേപോലെ ഒന്നും ഉണ്ടാക്കാൻ വലിയ റിസ്ക് ഇല്ല. ഇതിവിടെ വേണം. ഇതിനിപ്പോ ഫുള്ള് നമ്മളെ ബൈക്കിന്റെ എഞ്ചിൻ അല്ലേ, വേറെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ബൈക്കിന്റെ എഞ്ചിൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഗിയർ ബോക്സ് ഉണ്ട്, വേറെ എക്സ്ട്രാ ഗിയർ ബോക്സ് 11 ഗിയർ ഉണ്ട്. 11 ഗിയറോ? ഏറ്റവും വലിയ ആവറേജ് സംഭവം ഒറ്റ നോട്ടത്തിൽ ഇത് അറിയില്ല കേട്ടോ. വീതി തന്നെ ഒരുപാട് മാറ്റമുണ്ടല്ലോ. നമ്മള് മുന്നേ ഇത്ര ഏന്തി പിടിക്കണത് ഫുള്ള്. ഇതോ ഈ ശരി ഇതിന് മുന്നേ നമ്മളെ ഫസ്റ്റ് ഉണ്ടാക്കിയ 3 വർഷം 4 വർഷം മുന്നേ ഉണ്ടാക്കിയ ജീപ്പ് അതില്ലാതെ ചെറുതല്ലോ. 9 വർഷം 6 വർഷം ഞങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമല്ല. പിന്നെ അത് വയറിലാണോ കൊടുക്കണോ. ഇതിൽ കുറെ മാറ്റങ്ങൾ എത്തിയത്. ഗ്ലാസ് ഒക്കെ എവിടെ തട്ടി കഴിഞ്ഞാല് പൊട്ടിട്ട് ബേത്ത് കുത്തി കയറില്ല, പൊടിഞ്ഞു പോകും. സെയിം ഇതേപോലത്തെ ഗ്ലാസ് അങ്ങനെ പറഞ്ഞുണ്ടാക്കിച്ചതാണ്. ഫുൾ ഹെവി അല്ലേ, ഹെവി ബോഡി അല്ലേ, വൺ സെറ്റപ്പ് ഒക്കെ ദമ്മനല്ലേ. ശരി ഒന്നും സ്റ്റേ കൊടുത്തു. സംഭവം ഒപ്പിച്ച പരിപാടിയല്ല, ഫുള്ള് സെറ്റപ്പില്. ഈ പമ്പറിന്റെ കോണി ആട്ടിയാ കോടി പോവേ അതില്ല. ഫുൾ ദമ്മ. ഇതിന് ഏകദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടോ, പുറത്ത് പറയാൻ പറ്റുമോ? ചെലവ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ 3ന്റെ പുറത്ത് ചെലവാ. 3ന്റെ പുറത്ത് ചെലവ് വരെയാണ്. അത് നമുക്ക് ഇനി ചെലവാക്കാൻ കഴിയും. ഓരോ സംഗതി എക്സ്ട്രാ ആഡ് ചെയ്താലേ. അതുകൊണ്ടാണ് കേട്ടോ വണ്ടി പ്രാന്തൻ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? 3 ലക്ഷം ഈ ഒരു ജീപ്പിന് 1 ലക്ഷം. ഇതിപ്പോ ഈ സ്റ്റാറിങ് അതിന്റെ സ്റ്റാറിങ്ങാ സൂട്ടബിൾ ആയത് വാങ്ങും. കോട്ടയിൽ പോയിട്ട് നോക്കൂലേ, അത് എടുത്ത് ആള് സെറ്റ് ആക്കും. എന്താ വെച്ചാ എങ്ങനെ വണ്ടി നോക്കിയിട്ട്. ഇതിലിപ്പോ ഏകദേശം എത്ര ആള് പോകും? ഇതില് ഫ്രണ്ടില് നമ്മളെ പുറത്ത് രണ്ടാള് പോകും, ബാക്കില് നമ്മളെ പുറത്ത് 2 ആൾ ഇരിക്കാൻ, 2 കുട്ടിയെ കൂടി ഇരിക്കാം. മൊത്തം 6 ആൾക്ക്. 6 ആൾക്ക് വെച്ച് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ നാളെ വീഡിയോ കയറും. അത് ഫസ്റ്റ് കിടണ്ട. ഇത് എടുക്കൽ തന്നെ സെക്കൻഡ് ഗിയർ എടുക്കുള്ളൂ. ഫോർ വീൽ ഉണ്ടോ? 4 വീൽ ഇല്ലെങ്കിൽ 4 വീൽ സ്പേസ് ഇട്ടാണ് ചെയ്യാനുള്ള. 4 വീലിന്റെ ആവശ്യമില്ല. ഈ ക്രോസ് കട്ട ചോറോടെ സ്ലിപ്പ് ആകാതെ കയറി സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. പോയിട്ട് നമുക്കൊരു ഓഫ് റോഡ് പോകാല്ലേ. പിന്നെ ഇന്റീരിയറിലുള്ള ചെയ്തൊക്കെ സെറ്റപ്പ് കിട്ടും. ഒറിജിനലിനായിട്ടുള്ള സെറ്റപ്പ് ഉള്ള കാര്യം എന്തൊക്കെ സ്പേസ് ഉണ്ട് കൺട്രോൾ ചെയ്താ. പിന്നെ അറിയാലേ ചെറിയ വണ്ടിയല്ലോ, കുട്ടികൾക്ക് ഭയങ്കര ക്രൈസല്ല കാണുമ്പോ. അവര് കേറിട്ട് വെറുതെ സ്റ്റാറിങ് ഇതൊക്കെ തിരിച്ചുണ്ടാക്കും. ഇതൊക്കെ ഓൺ ഓഫ് ആക്കി ലൈറ്റ് ഇട്ട് കളിക്കുന്നതിനാണ്. ചാവി ഡൂരി കഴിഞ്ഞാല് സാധാ വണ്ടി പോലെ തന്നെ ലോക്കായി ആ സിസ്റ്റം. ഇതൊന്നും തിരിച്ചൊന്നും കത്തൂല. പക്ഷെ അതിനൊക്കെ മെയിൻ സ്വിച്ചുകൾ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാരെങ്കിലും പ്രസ് ചെയ്താൽ ഓവർ ഹീറ്റ് ആയിട്ട് എന്തെങ്കിലും തീപിടുത്തുണ്ടാണ് ഞാൻ ഇതിന് എക്സ്ട്രാ വേറെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓണാക്കാതെ ഇത് ഓണാവില്ല. പിന്നെ എന്താ പറയുക, ഇവിടെ സ്പേസ് എന്തൊക്കെയാ വെച്ചാല് ഓർമ്മ വരുത്തിയില്ല. ഈ ഉള്ള ഏരിയയിൽ എന്തൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട് എന്തെങ്കിലും വെക്കാനോ. പിന്നെ അതിലേറെ എടുത്ത് പറയണ്ടേ, ഇതൊരു 1.5-3 മീറ്റർ അടിയൊക്കെ എടുത്തത്. അത്യാവശ്യം നല്ലത് സ്പേസ് ഉണ്ട് അല്ലേ.
ഒറിജിനൽ ജീപ്പ് പിന്നെതാ സീറ്റിന് നേരെ താഴെ ഇവിടെ ഇവിടെ എന്തെങ്കിലും സാധനം വെക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് അതിശയം, ഇവിടെ ഡോർ കൊടുത്തിട്ടില്ല. ഡോറുകൾ അധികം വരുമ്പോ ഈ ലോക്ക് കൊടുക്കാൻ ഞാൻ കിൽക്കുമ്പോ സൗണ്ട് വരും ജസ്റ്റ്. പിന്നെതാ നമുക്ക് വലിയവർക്ക് ചെറിയ മക്കൾക്ക് ഓടിക്കണമെങ്കിൽ അഡ്ജസ്റ്റ് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യല്ലേ? എത്ര പോലെ എത്ര പോരെ. സീറ്റൊക്കെ കാണാൻ സത്യം പറയാം നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ വിദ്യ കൂടെ ഉണ്ടാക്കിയാണ്. പിന്നെ സെൻസർ ബട്ടണോ, സെൻസർ അത് ഓൺ ആക്കിയാല് ഇഞ്ചക്ടർ വർക്ക് ചെയ്ത് പെട്രോളിന്റെ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ വൈപ്പർക്കുള്ള ലൈൻ ഓക്കെ ആയി. ഇവിടെ വൈപ്പർ ഇട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ഗ്ലാസ് സ്ക്രാച്ച് ആണ് കേട്ടോ. ഇട്ട് കാണിച്ചാൽ ഓക്കെ. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് കാര്യങ്ങള് ഈ ഉള്ളിലെ ഇത് കത്തില്ലല്ലോ, അതൊക്കെ കുട്ടികൾ ഓൺ ആക്കിയിട്ട് പോവുക. അപ്പൊ ഈ വട്ടം നോക്കി കഴിഞ്ഞാലാണ് ഇന്ത്യക്ക് കണക്ഷൻ ഉള്ളൂ. ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇവിടെയൊക്കെ സീലിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറിങ് കൊടുത്തു കഴിഞ്ഞാല് കട്ടാവും. എല്ലാ സംഭവം നിങ്ങളെ അംഗീകരിക്കണം. നമ്മളൊരു അംഗീകാരം തരികയാണ്, ലോകം അംഗീകരിക്കണം. ഓണയുമുണ്ട്. ഇതൊന്നും ഒരു സൂട്ടബിൾ ആവില്ല. ഇതൊക്കെ അതിനനുസരിച്ച് ബുഷിട്ട് പൊന്തിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ. പിന്നെ 4 ലൈറ്റ് വേറെ ഇപ്പൊ എന്താ കാര്യമായിട്ട് വേറെന്താ വാണ്ടേജ് ചെയ്തുള്ള നമുക്ക് എന്താണോ കുറവ് പ്രത്യേകതാണ്. ഒരു വിരല് മതി. ബ്രേക്ക് അതേപോലെ ചെറിയ ജസ്റ്റ് ഒന്ന് പ്രസ് ആക്സിഡന്റ് ഇതാ ആ ഒരു വിരലോട് താവും. അങ്ങനെ ചെറിയ മക്കൾക്ക് ഓവർ പ്രഷർ കൊടുക്കാതെ താവാനായിരുന്നു. സ്റ്റാറിങ് അതേപോലെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാതെ തിരിയിടുക. സ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥ വണ്ടിക്ക് തിരിയല്ലോ. ചില കുട്ടികളോട് പിന്നെ ഭയങ്കര ഭാരമായി പഠിപ്പിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ഇതൊക്കെ ഈസിയാണ് മക്കൾക്ക് കൊടുക്കും. നമുക്കിത് റോഡിൽ ഇറക്കാനൊരു പെർമിഷൻ കിട്ടണം അല്ലേ? അതിന് നമ്മളെ മന്ത്രി ഗണേഷ് കുമാർ അനുസരിച്ചാലൊക്കെ കിട്ടും. ഇത്ര പരിധി മതി, ഒരു ലിമിറ്റ് എത്ര പോടാവൂ എന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെ സേഫ്റ്റിയിലൊരു കുറവ് എത്തിയിട്ടില്ല. ദമ്മാണ്. അതൊന്നും പെട്ടെന്ന് ഒടിഞ്ഞു മുറിഞ്ഞു പോണ സംഗതി ഒന്നുമില്ല. സീറ്റ് ബെൽറ്റ് നമ്മളിപ്പോ ഇതിന്റെ മൈലേജ് എങ്ങനെ കണക്കൂട്ടും? മൈലേജിന്റെ അഭിപ്രായത്തിൽ 30 കിട്ടാൻ സാധ്യതയുണ്ട്. ഓടിച്ചോടത്തോളം എനിക്കൊരു 30 ഉണ്ട് എന്നുള്ള ഇതിലാണ്. 30 അല്ലേ? ഇന്ന് കുറച്ചും കൂടി സെറ്റ് ആവാൻ എല്ലാവരും കൂടാനേ സാധ്യത. നമ്മൾ ഈ കട്ടർ ഇതിൽ കൂടെ അല്ലേ പോണത്. മെയിൻ റോഡിനാണ് എല്ലാവരും കിട്ടും. കാരണം ഇത് 5 ഗിയർ 6 ഗിയർ ഒക്കെ പിന്നെ 6 ഉണ്ട് ഇതില്. 6ഉം ഇതില് 5ഉം 11 ഗിയർ ഉണ്ട്. അതിക്കൊന്നും ഇടില്ലല്ലോ ഇവിടുന്ന്. ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡും മൈലേജും കിട്ടും. പിന്നെ അറിയാലേ ഇവിടെ ഈ അടിഭാഗം കേൾക്കുമ്പോണ്ടല്ലോ ഒക്കെ വെള്ളം കെട്ടി ചളി ഇതായിക്കണേന്നൊക്കെ ഇവിടെ എക്സ്ട്രാ ഉണ്ടാവും. ഈ ഒരു ബുഷിനും പാടി 4 ദിവസം കറങ്ങിയായിരുന്നു ഇത് കിട്ടണ്ടേ സാധനം കിട്ടാല്ലോ. എടുത്തു കഴിഞ്ഞാല് വലിയ കോഴ്സാ. നമുക്ക് ചളിയെല്ലാം വൃത്തിയായി കൂടെ ചണ്ടി ചമ്മലയില് പോകും. ഇതിട്ട് കഴിഞ്ഞാല് ദമ്മായി. അതേപോലെ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ സീറ്റ് ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ വെള്ളം നിന്ന് പോകണ്ടേ, അതിന് കൊടുത്തിട്ടുണ്ട്. ഇതിന് അതിന്റെ ആവശ്യമില്ല അവിടെ. ഇതിന്റെ വെയിറ്റ് എന്താ പാട്? 600 കിലോ ഉണ്ട്. ഇവിടെ ചേസിന്റെ ഈ ആക്ഷൻ ഒന്നും ഇങ്ങനെ കിട്ടും. അല്ലാതെ ഇത് പ്രത്യേകത അറിയാത്ത ആക്ഷനാണ് മെയിൻ. വണ്ടി ഇത് ഇനിയിപ്പോ അടുത്ത പ്ലാനത്ത് അടുത്ത പരിപാടി അവിടെ ഒരു ബൈക്ക് വേറെ ചെറിയ കാണണ്ടല്ലോ. നല്ല അടിപൊളി ഒരു സൈക്കിളിലാക്കണം. ലോങ് ഓടി ചവിട്ടി പോകാൻ പറ്റിയ സൈക്കിള്. ഗിയർ ഒറ്റ ഗിയർ നല്ല സ്മൂത്തായിട്ട് ചവിട്ടി പോകാൻ പറ്റും. ഒറ്റ ചവിട്ടി അതായത് നീണ്ടി പോകണം. ജോയിന്റ് ചെയിൻ ഇല്ലാതെ. അതടുത്ത പ്ലാന്. അതുണ്ട്. പറ്റേ ഇത് ആ കുത്തനല്ലേ കയറ്റുന്ന ഫുള്ള് സെക്കൻഡിലായിട്ട് വണ്ടി കയറി വന്നത്. കയറ്റത് കയറും ഫുൾ ഓഫ് റോഡാ. ഇത് കയറോ? ഇതോ ഇതൊക്കെ സെക്കൻഡിൽ കയറും. ഇത് ഫുൾ ഓഫ് റോഡാ. എന്നാ കയറി നമ്മള് വിഷയമില്ല.
ഒരു അടിന്ന് വന്ന് ഇതേ ഫുൾ ഓഫ് റോഡ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡാണ് ഇത്. ഈ മലിൻ്റെ ഇപ്പോൾ ഒറ്റ ടോപ്പായി, ഇനി അങ്ങോട്ട് വണ്ടി കയറൂല, അങ്ങോട്ട് ഒരു വണ്ടി കയറൂല, അത്രയ്ക്കും കുത്തി സ്ഥലമാണ്. ശ്രമിക്കണോ? കയറും, ശ്രമിച്ചു നോക്കണോ? ശ്രമിക്കണോ എന്നാ പറഞ്ഞത് സെക്യൂർ വേണ്ട, അത് അതിലൊരു വണ്ടി ലോഡ് വേണം, അങ്ങനെ പോകും. അവർക്ക് വണ്ടികൾ കയറിയിട്ട് പാട് കാണില്ല. അതെ ഇല്ല, അത് അത്രയും കുത്താണ്, അത് കുത്തനാണ്. പക്ഷേ വണ്ടിന്റെ എക്സ്പീരിയൻസ്, വണ്ടി ഒരു രക്ഷയില്ല, പക്ഷേ പൊളിയാണ്, വേറൊരു വൈബാണ്. കുതിരപ്പം ഒന്ന് കൊടുത്താൽ പോരാ എൻ്റെ അഭിപ്രായം. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ വലിയ കയറ്റമല്ല എന്നൊക്കെ തോന്നും, പക്ഷെ നല്ല കയറ്റാണ് കേട്ടോ. വണ്ടി കൂളായിട്ടേ അങ്ങനെ കയറി പോകും, ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണിത്. സെക്യൂർ ഇതിനൊക്കെ അംഗീകരിച്ചേ പറ്റൂ. ഇതുപോലെ പേടിണ്ടോ? കൊണ്ടോല പോനാറ് മല കഴിഞ്ഞ് ഇനി പോവാ, കാട് വഴി പോവാ. നമ്മള് മല തീർന്ന് റോഡില്ല, നോക്കണ്ട, പേടിച്ച് പുടിച്ചാടി ഇരുന്നാ മതി. ഇതൊക്കെ പോവോ? എല്ലാം പോവും. ഇനി ഇതൊരു ഗീർ, ഒരു പുലി ഗീർ ഞാൻ കടുക്കാണ്. അയക്കഞ്ഞ് ഇടാണ്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലോ, അതാ ഇത് ഇട്ട് കഴിഞ്ഞാൽ കേറാത്ര കയറ്റം. ഇനി മുന്നാണ് പൊന്തിയാലും ഞാൻ ചേർന്ന് പോകുന്നത്. അത് പുലി ഗീർ അയക്കിട്ട് കഴിഞ്ഞാൽ കേറാത്ത കയറ്റല്ലതാ. അവിടെ നല്ല കേറുകളവിടെ മേടിച്ചാൽ ഇരുന്നാൽ ഏറ്റവും ടോപ്പാട്ടോ. ഇനി അങ്ങോട്ടില്ല, ആകാശം കാണുന്നത് അവിടെ, അങ്ങോട്ട് നോക്കിയാലേ. മക്കളുടെ അലൗട്ട് റോഡാണ്. കുടിച്ചിരുന്നോളെ എന്താടി ആ തെങ്ങുമ്പോ കയറണം. എല്ലാ ടെസ്റ്റ് കഴിഞ്ഞ് വണ്ടി കൊടുക്കുള്ളൂ. നാളെ പരാതി പറയുന്നത് കവുങ്ങുമ്പോ കയറില്ല, തെങ്ങുമ്പോ കയറില്ല. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് വന്നൊരു ഓർമ്മ കൂടി ഇല്ല കണ്ടിട്ടോ. ഇതെത്താ കുഞ്ഞിക്കത്ത് ആ മത്സ്യം നടക്കല്ലേ. കഴിഞ്ഞോ? പോയി വെക്കാം, പുല്ലും കൂടെ പോവാ. ഏറ്റവും ടോപ്പ് കിട്ടോ ഇല്ല. അതെ, ആ മരത്തുപോലെ പുഗ് എടുക്കണ, പുഗ് ഒന്നും കാണൂല. റോഡ് കഴിഞ്ഞ് റോഡില്ല, ടോപ്പിലാണിത്. ഇതാണ് റോഡില്ല. ഇവിടെ മതിലൊക്കെ കെട്ടിയേ, ആരാണോ മതില് കെട്ടിയേ? ഇവിടെ അറിയാം മതില് കെട്ടിയേ. മതില് നമുക്ക് വിഷയമല്ല. ഇതിലേ ഇത് പറഞ്ഞാൽ കയ്യാല ഗീറുണ്ടോന്ന്, കയ്യാലൊക്കെ എടുത്ത് കയറാനുള്ളത്. ഇതിപ്പോ കയ്യാലാണല്ലോ, ആ അടുത്ത് കയറിയില്ലേ. ഇനിയിപ്പോ നീ ചെയ്ത് പോളിൻ്റെ കൂടെ ഏറ്റവും വലിയ മല കേട്ടത്. ഇവിടെ തീർന്നു, റോഡ് തീർന്നു. ഇവിടെ റോഡ് തീർന്നതേ, ഇങ്ങോട്ടില്ല റോഡില്ല. ക്യാമറമാൻ
പൈസക്കാര് തൽക്കാലം